എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 2026 ഏപ്രിൽ 1 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഈ വർഷം വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ CPO ആണ്. എക്സാം ഡേറ്റ് ഒക്കെ വന്നു അല്ലേ. അപ്പോൾ CPO എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഏരിയ സ്പെഷ്യൽ ടോപ്പിക്. സോ ആ സ്പെഷ്യൽ ടോപ്പിക് കൃത്യമായിട്ട് പഠിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന തരത്തിൽ ഒരു റെക്കോർഡ് ക്ലാസ് ടാലന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെറും 399 രൂപയ്ക്ക് ഒരു ക്ലാസ് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഇതിന്റെ ഭാഗമായിട്ട് 200 മണിക്കൂറുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, അതിന്റെ നോട്ട്സ് ഉണ്ടാവും, ദെൻ മോഡൽ എക്സാംസ് ഉണ്ടാവും, ടോപ്പിക് വൈസ് എക്സാമുകൾ ഉണ്ടാവും, ദെൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും, മെന്റർ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ CPO എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് CPO റാങ്ക് ഫെയർ ഓൾറെഡി തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. 3 വോളിയായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മുൻവർഷ ചോദ്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, ന്യൂ SCRT ഫാക്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകം നിങ്ങളുടെ വിനോദമുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള veranda.channelgala.com ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ള പോയിന്റ് ഒരു അവാർഡാണ്. പൊതുവേ ഇന്ന് നമുക്ക് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ കുറച്ച് സ്പോർട്സിന്റെ അതിപ്രസരമുണ്ട്, എന്നിരുന്നാൽ തന്നെ നോക്കുക. അപ്പോൾ ആദ്യം നോക്കുന്ന ഒരു അവാർഡാണെന്ന് ഞാൻ പറഞ്ഞു. പൊതുവേ സ്പോർട്സ് അവാർഡിൽ നമ്മൾ ഈ പറയുന്ന ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട, ഇനി അതല്ലെങ്കിൽ ലൊറൈസ് അവാർഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കോമൺ ആയിട്ടും പരീക്ഷയ്ക്കൊക്കെ വരുന്നത് തന്നെ. പക്ഷേ ഇവിടെ ഈ ഒരു അവാർഡ് നമ്മൾ ഒറ്റ കാറ്റഗറി മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ 2025 ലോക ആർച്ചറി അവാർഡ്സിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാറ്റഗറി ഏറ്റവും മികച്ച പാരാ ആർച്ചർ. 2025 ഏറ്റവും മികച്ച പാരാ ആർച്ചർ അവാർഡ് പ്രഖ്യാപിക്കുന്നത് 2026, 2025 അവാർഡ് 26 പ്രഖ്യാപിച്ചു കേട്ടോ. അപ്പോൾ 2025 ലോക ആർച്ചറി അവാർഡ്സിൽ ഏറ്റവും മികച്ച പാരാ ആർച്ചറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അത് ശീതൾ ദേവി ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഇന്ത്യക്കാരിയാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ. ദെൻ ഈ ശീതൾ ദേവിക്ക് 2023 അർജുന അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ 2024 എന്ത് ചെയ്തിട്ടുണ്ട്? പാരാലിമ്പിക്സിൽ വെങ്കല മെഡലും നേടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2024 പാരാലിമ്പിക്സ് പാരീസിൽ വെച്ച് നടന്നു അല്ലേ, അതിൽ വെങ്കല മെഡൽ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ 2023 അർജുന അവാർഡ് കിട്ടിയിട്ടുണ്ട്. കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി നമ്മുടെ ദേശീയ തലത്തിലുള്ളൊരു സ്പോർട്സ് അവാർഡാണ്. അതിലെയും ഏറ്റവും പ്രധാനപ്പെട്ട 2 കാറ്റഗറികൾ നിങ്ങൾ നോക്കി വെച്ചാൽ മതിയാവും. അതായത് ഹോക്കി ഇന്ത്യ അവാർഡ്സ് 2025, അത് 2025 ഹോക്കി ഇന്ത്യ അവാർഡ്സ് 26 പ്രഖ്യാപിച്ചു. കാരണം കഴിഞ്ഞൊരു വർഷത്തെ എന്താണ് താരങ്ങളുടെ പ്രകടനമാണ് എന്ത് ചെയ്യുന്നത്, വിലയിരുത്തുന്നത് കേട്ടോ. അപ്പോൾ 2025 ഹോക്കി ഇന്ത്യ അവാർഡ്സ് ആണ് 26 പ്രഖ്യാപിച്ചു. അപ്പോൾ അതിലെ മികച്ച പുരുഷ താരം എന്ന് പറയുന്നത് ഹർദിക് സിംഗ് ആണ്. ആരാണ്? ഹർദിക് സിംഗ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇവിടെ ഹർദിക് സിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഹർദിക് സിംഗ് 2020 അതുപോലെ തന്നെ 2024 ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിൽ അംഗമായിരുന്നു. നമുക്കറിയാം അല്ലേ, 2020 ടോക്കിയോ ഒളിമ്പിക്സ് 21 നടന്നത്. ദെൻ 24 പാരീസ് ഒളിമ്പിക്സ്, ഈ 2 ഒളിമ്പിക്സിലും ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയത്, പുരുഷ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയത് നമ്മുടെ ഇന്ത്യൻ ടീമാണ്. ആ 2 തവണയും ഹർദിക് സിംഗ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് പഠിച്ചു വെച്ചേക്ക് കേട്ടോ. ദെൻ മികച്ച വനിതാ താരം എന്ന് പറയുന്നത് നവനീത് കൗർ. ആരാണ്? നവനീത് കൗർ. സപ്പോസ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആവണമെന്നില്ലടാ, നവനീത് കൗർ ഏത് കായിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ചോദിച്ചൂടെ? അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ, കൃത്യമായിട്ട് പഠിക്കുക. ഇനി അടുത്തത്, ഇന്ത്യയിൽ ഉപയോഗിക്കാനായിട്ട് അടുത്തിടെ അനുമതി ലഭിച്ച ഡെങ്കിപ്പനി വാക്സിൻ ഏതാണ്? അപ്പോൾ എന്താണ് ഇന്ത്യയിൽ ഉപയോഗിക്കാനായിട്ട് അടുത്തിടെ അനുമതി ലഭിച്ച ഡെങ്കിപ്പനി വാക്സിൻ ഏതാണ്? അത് ക്യുഡെങ്ക. എന്താണ് ക്യുഡെങ്ക എന്ന് പറയുന്ന വാക്സിൻ ആണ്. കൃത്യമായിട്ട് പഠിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏക ഡെങ്കി വാക്സിൻ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ഈ പറയുന്ന ക്യുഡെങ്ക എന്ന് പറയുന്നതാണ്. ഒരു ജാപ്പനീസ് കമ്പനി ഡെവലപ്പ് ചെയ്തതാണെന്നുള്ള കാര്യം കൂടി ഒന്ന് പഠിക്കുക. ഇനി ആ ജാപ്പനീസ് കമ്പനിയുടെ പേരെന്ന് പറയുന്നത് ടക്കേഡ എന്ന് പറയുന്ന ജാപ്പനീസ് കമ്പനിയാണ് ഡെവലപ്പ് ചെയ്തത്. പക്ഷേ ഇവിടെ അനുമതി ലഭിച്ചുവെങ്കിലും ഉടനെ തന്നെ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും നൽകാനായിട്ട് പറ്റില്ല. ഇനിയും കുറച്ച് പ്രൊസീജിയേഴ്സ് ബാക്കിയുണ്ട്, ഇനിയും ചില അംഗീകാരങ്ങൾ കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് എല്ലാവരിലും എത്തിക്കുകയുള്ളൂ. സോ അതും കൂടെ ഒന്ന് പഠിക്കാം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത്, ആദ്യമായിട്ട് ലേ സന്ദർശിക്കുന്ന സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആരാണ്? അപ്പോൾ നിലവിലെ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ 53ാമത് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് നമുക്കറിയാം അല്ലേ, സൂര്യകാന്ത് ആണ് അല്ലേ. അതായത് ഹരിയാനയിൽ നിന്നും സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ വ്യക്തിയാണ് സൂര്യകാന്ത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ പ്രത്യേകത ഇതാണ്, ആദ്യമായിട്ട് ലേ സന്ദർശിക്കുന്ന സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണടാ? സൂര്യകാന്ത് ആണ്. ഒന്ന് കാര്യമായിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക.
ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലേ, WHO. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്ക WHO എന്ന് പിന്മാറിയിരുന്നു. ഇപ്പോൾ അതുപോലെ തന്നെ സമാനമായ രീതിയിൽ മറ്റൊരു രാജ്യം കൂടി പിന്മാറിയിരിക്കുകയാണ്. അതായത് 2026 മാർച്ചിൽ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറിയ തെക്കേ അമേരിക്കൻ രാജ്യം ഏതാണ്? അപ്പോൾ എന്താ പറഞ്ഞേ? 2026 മാർച്ചിൽ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറിയ തെക്കേ അമേരിക്കൻ രാജ്യം ഏതാണ്? അർജന്റീന. ഏതാണ്? അർജന്റീന. സോ ഓർക്കുക, അർജന്റീന എന്ത് ചെയ്തിരിക്കുകയാണ്? WHO അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്നും അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും എന്ത് ചെയ്തിരിക്കുന്നു? പിന്മാറിയിരിക്കുന്നു. ഇനി അടുത്തത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്, കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് മിയാമി ഓപ്പൺ ടെന്നീസ് 2026. പൊതുവേ നമ്മൾ ടെന്നീസ് ചർച്ച ചെയ്യുമ്പോൾ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇതുപോലുള്ള ചില ചെറിയ ടൂർണമെന്റുകളൊന്ന് കാര്യമായിട്ട് നോട്ട് ചെയ്യുക. പ്രത്യേകിച്ച് പുരുഷ വനിതാ സിംഗിൾസ് മാത്രം ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ 2026 മിയാമി ഓപ്പൺ ടെന്നീസ് ആണ്. പുരുഷ സിംഗിൾസ് ജയിച്ചത് ജാനിക് സിനർ ആണ്. ജാനിക് സിനർ ഇറ്റാലിയൻ താരമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ. അപ്പോൾ ഇറ്റാലിയൻ താരമായിട്ടുള്ള ജാനിക് സിനർ ആണ് പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത്. ദെൻ വനിതാ സിംഗിൾസിലേക്ക് വരുമ്പോൾ ആര്യന സബാലെങ്ക ആണ്. ആര്യന സബാലെങ്കയാണ് ബെലാറസിന്റെ താരമാണ് അല്ലേ, അതും അറിയാന്നുള്ള കാര്യം അല്ലേ. ദെൻ അടുത്തത് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട നമുക്കറിയാം IPL ഇപ്പോൾ നടക്കുകയാണ്. ഈ IPLുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ചിലപ്പോൾ പുതിയ റെക്കോർഡുകൾ വരാം. അപ്പോൾ വരുന്ന മുറയ്ക്ക് നമ്മളത് ചർച്ച ചെയ്യും. എന്നിരുന്നാൽ തന്നെയും IPLന്റെ അവസാനം നമ്മൾ എന്ത് ചെയ്യും? അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യും. എങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് എവിടെയെങ്കിലും ഒരു പേജിൽ IPL എന്ന് നോട്ട് ചെയ്തിട്ട് അവിടെ കുറിച്ച് വെച്ചേക്കുക. അപ്പോൾ T20 ക്രിക്കറ്റിൽ 300 മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യൻ ടീം ഏതാണ്? എന്താ പറഞ്ഞേ? T20 ക്രിക്കറ്റിൽ 300 മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യൻ ടീം ഏതാണ്? മുംബൈ ഇന്ത്യൻസ് ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇവരെന്ത് ചെയ്തിരിക്കുന്നു? 300 മത്സരങ്ങൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ ടീം എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലൊരു നേട്ടം സ്വന്തമാക്കുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ദെൻ IPLൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ വിജയിച്ച ടീം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും ഏത് തന്നെയാണ്? മുംബൈ ഇന്ത്യൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്തത് രോഹിത് ശർമ്മയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതായത് IPLൽ ഒരു ടീമിനെതിരെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ആരാണ്? അപ്പോൾ എന്താണ്? IPLൽ ഏതെങ്കിലും ഒരു ടീമിനെതിരെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ആരാണ്? രോഹിത് ശർമ്മയാണ്. ഇപ്പോൾ നമുക്കറിയാം IPLൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതെന്ന് ചോദിക്കുവാണെങ്കിൽ അത് ആരാണ്? വിരാട് കോഹ്ലിയാണ്. പക്ഷേ IPLൽ ഏതെങ്കിലും ഒരു ടീമിനെതിരെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഹിത് ശർമ്മയാണ്. നിലവിൽ അദ്ദേഹം മുംബൈ ഇന്ത്യൻസിന്റെ താരമാണ്. ദെൻ മുംബൈ ഇന്ത്യൻസിന് 5 IPL കിരീടങ്ങൾ നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ്. സോ അതൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഹോക്കി താരം. എന്താണ്? അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഹോക്കി താരം അത് ഗുർജന്ത് സിംഗ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒരു വിരമിക്കലായത് കണ്ടുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗുർജന്ത് സിംഗ് എന്ത് ചെയ്തിരിക്കുന്നു? ഹോക്കിയിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ്. ഈ പറയുന്ന ഗുർജന്ത് സിംഗ് 2020-24 ഒളിമ്പിക്സുകളിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിൽ അംഗമായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഇനി വീണ്ടും അഗെയിൻ IPLോട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് 2026 IPL സീസണിൽ സഞ്ജു സാംസൺ കളിക്കുന്ന ടീം നമുക്കറിയാം. അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം ക്ലീൻ ബൗൾഡായി മടങ്ങുകയായിരുന്നു. ഒരു മികച്ചൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പോൾ സഞ്ജു സാംസൺ 2026 സീസണിൽ കളിക്കുന്ന ടീം എന്ന് പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ്. ഇനി എന്തുകൊണ്ട് സഞ്ജു സാംസണെ തന്നെ നമ്മൾ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഇതിനു മുൻപ് IPLലെ മലയാളി സാന്നിധ്യവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം ചോദ്യങ്ങൾ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ടും സഞ്ജു സാംസൺ ഏത് ടീമിലാണ് കളിക്കുന്നതെന്ന് നമ്മൾ ചോദിച്ചത്. ദെൻ അത് മാത്രമല്ല 2026 നടന്ന T20 വേൾഡ് കപ്പിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് സഞ്ജു സാംസൺ ആയിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഏത് IPL ടീമിലാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞ് വച്ചിരിക്കണം. സോ അതുകൊണ്ട് കൂടിയാണ് നമ്മളിത് ചർച്ച ചെയ്തത്. ദെൻ സഞ്ജു സാംസൺ മാത്രമാണോ 2026 സീസണിൽ കളിക്കുന്ന മലയാളികൾ? അല്ല, വേറെ 2 പേർ കൂടിയുണ്ട്. ഒന്ന് വിഷ്ണു വിനോദാണ്. അദ്ദേഹം പഞ്ചാബ് കിങ്സിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. കഴിഞ്ഞ തവണയും പഞ്ചാബിന് വേണ്ടിയിട്ടാണ് കളിച്ചത്. ദെൻ മറ്റൊരു താരം എന്ന് പറയുന്നത് വിഘ്നേഷ് പുത്തൂരാണ്. അപ്പോൾ വിഘ്നേഷ് പുത്തൂർ എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിക്കുകയും അരങ്ങേറ്റ മത്സരത്തിൽ വളരെ മികച്ചൊരു പ്രകടനം പുറത്തെടുക്കുകയും ചെയ്ത മലയാളിയാണ് വിഘ്നേഷ് പുത്തൂർ. പക്ഷേ ഇത്തവണ വിഘ്നേഷ് പുത്തൂർ കളിക്കുന്നത് രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിട്ടാണ്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. എന്തായാലും IPL കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം ഇങ്ങ് എത്തി നിൽക്കുകയാണ്. മെയ്യിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഡിഗ്രി ലെവൽ പ്രിലിംസ് കം മെയിൻസ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. 3 വോളിയോ ആണ്. മുൻവർഷ ചോദ്യങ്ങളുണ്ട്, SCRT ഫാക്ടുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentkerala.com ഈ പുസ്തകം ലഭ്യമാണ്. ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞത് സ്പോർട്സുമായി ബന്ധപ്പെട്ട 2 അവാർഡുകൾ പറഞ്ഞു. അതിൽ ആദ്യത്തേത് 2025 ലോക ആർച്ചറി അവാർഡ്സിൽ ഏറ്റവും മികച്ച പാരാ ആർച്ചറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് എന്നുള്ളതാണ്. അത് ശീതൾ ദേവി ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത് 2023 അർജുന അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2024 പാരാലിമ്പിക്സിൽ വെങ്കല മെഡൽ കിട്ടിയിട്ടുണ്ട്.
ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്താ, ഹോക്കി ഇന്ത്യ അവാർഡ്സ് അല്ലെ, രണ്ട് കാറ്റഗറി പറഞ്ഞു. ഏതൊക്കെയാ പറഞ്ഞേ? മികച്ച പുരുഷ താരം ഹർദിക് സിംഗ് ആണ്, മികച്ച വനിതാ താരം നവനീത് കൗർ ആണ്, പഠിച്ചു വെച്ചേക്ക് കേട്ടോ. ഇനി അതിനുശേഷം പറഞ്ഞത് ഇന്ത്യയിൽ ഉപയോഗിക്കാൻ അടുത്തിടെ അനുമതി ലഭിച്ച ഡെങ്കിപ്പനി വാക്സിൻ ഏതാണെന്ന് പറഞ്ഞു. ക്യൂഡെങ്ക എന്നുള്ളതാണ്. ഇപ്പോൾ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏക ഡെങ്കിപ്പനി വാക്സിനും ഇതാണെന്നുള്ള കാര്യം ഓർക്കുക. ഇപ്പം അനുമതി ലഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. ഇനിയും കുറച്ച് പ്രൊസീജിയേഴ്സ് എന്തുണ്ട്, ബാക്കിയുണ്ട്, കുറച്ചുകൂടി അപ്രൂവൽ കിട്ടാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി ഒന്ന് ചർച്ച ചെയ്യും കേട്ടോ. ദെൻ അതിനുശേഷം സൂര്യകാന്തുമായി ബന്ധപ്പെട്ടൊരു സിമ്പിൾ പോയിന്റ് പറഞ്ഞു. അതായത് ആദ്യമായിട്ട് ലേ സന്ദർശിക്കുന്ന ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യകാന്ത് ആണെന്ന് പഠിച്ചു വയ്ക്കുക. ദെൻ അതിനുശേഷം പറഞ്ഞു WHO നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്നും എന്ത് ചെയ്യുന്നു, അർജന്റീന പിന്മാറിയ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൂടെ ഒന്ന് പഠിക്കുക. ദെൻ അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. മിയാമി ഓപ്പൺ ടെന്നീസ് 2026. അപ്പോൾ അതിലെ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ ആണെന്നും വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആര്യന സബാലേങ്കി ആണെന്നും നമ്മൾ എന്ത് ചെയ്തു, പറഞ്ഞു അല്ലേ. ദെൻ അതിനുശേഷം T20 ക്രിക്കറ്റിൽ 300 മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യൻ ടീം ഏതാണ്, മുംബൈ ഇന്ത്യൻസ് ആണ്. ദെൻ അതുപോലെ തന്നെ അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഹോക്കി താരം ആരാണ്, ഗുർജന്ത് സിംഗ് ആണ്. ദെൻ 2026 IPL സീസണിൽ സഞ്ജു സാംസൺ കളിക്കുന്ന ടീം ചെന്നൈ സൂപ്പർ കിങ്സ് ആണെന്നും നമ്മൾ എന്ത് ചെയ്തു, ചർച്ച ചെയ്തു അല്ലേ. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിൻ്റെ ഉത്തരം കൂടി കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 2026 മാർച്ചിൽ കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ അഡീഷണൽ സോളിറ്റർ ജനറൽ ആയിട്ട് നിയമിതനായത് ആര് എന്നാണ് ചോദ്യം. അപ്പോൾ NK ജയകുമാർ, അനിൽ K നരേന്ദ്രൻ, അഡ്വക്കേറ്റ് P ശ്രീകുമാർ, ദേവൻ രാമചന്ദ്രൻ. ശരി ഉത്തരം കമൻറ്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യം, 2026 ആബേൽ സമ്മാനം ലഭിച്ചത് ആർക്കെന്നാണ് ചോദ്യം. അപ്പോൾ മസാക്കി കശിവാര, ദെൻ ഗർഡ് ഫാൾട്ടിങ്സ്, ദെൻ മൈക്കൽ തലഗ്രാൻ, ദെൻ ലൂയിസ് ലഫാർഡ്ലി. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 2025 നാഷണൽ ബുക്ക് ക്രിട്ടിക് സർക്കിൾ അവാർഡിൽ ഫിക്ഷൻ വിഭാഗത്തിലെ പുരസ്കാരം നേടിയത് ആരെന്നാണ്. അപ്പോൾ നമുക്കറിയാം ഇതിന്റെ ആൻസർ ഹാൻ ഗാങ് ആണ്. ഹാൻ ഗാങ്ങിന് സാഹിത്യത്തിനുള്ള നൊബേൽ കിട്ടിയ കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഈ ഒരു അവാർഡ് നോക്കുന്ന സമയത്ത് ഞാൻ അന്നേ പറഞ്ഞിരുന്നു, അതായത് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട പേരെന്ന് പറയുന്നത് അരുന്ധതി റോയ് ആണ്. കാരണം അരുന്ധതി റോയ്ക്ക് എന്താണ്, ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഏത് പുസ്തകത്തിനാണ്, മദർ മേരി കംസ് ടു മീ കേട്ടോ. അപ്പോൾ ആ പുസ്തകം ഒന്ന് പഠിക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സാറ്റലൈറ്റ് മോണിറ്ററിംഗിനായിട്ട് ടെൻഡർ നൽകുന്ന ആദ്യ സംസ്ഥാനം ഏതെന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, അസമാണ്. കാരണം അസമാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് അസം സാറ്റ് എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് അസമാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നമുക്കറിയാം കൃഷി, പ്രകൃതി ദുരന്ത നിവാരണം ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവരൊരു സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, അവരൊരു ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 ഏപ്രിൽ 1-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.